നമുക്ക് ഹാഷ് ബ്രൗൺസിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ഉരുളക്കിഴങ്ങും ചീസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം. ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഹാഷ് ബ്രൗൺസ് ഉണ്ടാക്കാൻ 4 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണിത്. ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഇതിൽ കഴുകിയെടുക്കാം. ഇപ്പം ഇത് അത്യാവശ്യം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം അത്ര നന്നായി പിഴിഞ്ഞെടുക്കണം. ഒരു ടവലിലിട്ടിട്ട് പിഴിഞ്ഞെടുത്താലും മതി. നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ പിഴിഞ്ഞെടുക്കുക. ഇതെല്ലാം ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഏത് ചീസായാലും കുഴപ്പമില്ല, ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും ഷേപ്പൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാതെ പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് കൂടെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഹാഷ് ബ്രൗൺസും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്പ് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.